ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മച്ചാമാരെ, നമ്മൾ ഊട്ടിയിലൊക്കെ പോയി തിരിച്ച് നമ്മളെ സ്വർഗതുല്യമായ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ജിത്തിയും ധ്യാനസും നേരെ വയനാട്ടിലാട്ടോ പോയെ. അവർ വയനാട്ടിൽ എന്തായാലും നമ്മൾ വയനാട് മൊത്തം കറങ്ങിയല്ലേ. അപ്പോൾ എന്തായാലും ഈ വെക്കേഷൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരാഴ്ചയും കൂടി ഇനി ഉണ്ടല്ലോ സമയം. അപ്പോൾ എന്തായാലും ഒരാഴ്ച അവിടെ വയനാട്ടിൽ അവളെ വീട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ തന്നെ സ്റ്റേ ചെയ്തു. അതായത് പുൽപ്പള്ളിയിൽ അവളെ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ തിരിച്ച് ഞാൻ ഒറ്റക്കാണേ വന്ന്. അപ്പോൾ ഞാൻ ഇന്നലെയാണ് വന്നത്. അപ്പോൾ ഇന്നലെ വന്ന് ഇന്ന് രാവിലെ നമ്മളെ എന്താ പറയുക സാധാരണ പോലെ തന്നെ ജോലിക്ക് പോയി തുടങ്ങി. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ ഞങ്ങളില്ലാത്ത സമയത്ത് ഞാനും ജിത്തിയും അതുപോലെ ധ്യാനൂസാണ് ടൂർ പോയെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ വന്നപ്പോൾ അച്ഛനും അമ്മയും കൂടി ഒരു സൂത്രപ്പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ നല്ല ചൂട് കാലാവസ്ഥയിലായിരുന്നു നമ്മൾ ട്രിപ്പ് പോയിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും ഇവിടെ നമുക്ക് ഫുള്ള് മഴ എന്ന് വെച്ചാൽ ഫുള്ള് മഴയുടെ എന്താ പറയുക ചാകരയാട്ടോ. രാവിലെ മുതൽ രാത്രി വരെ മഴ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ആ ഒരു സ്ഥിതിയാട്ടോ ഇവിടെ ഇപ്പോൾ ഉള്ള നാട്ടിൽ മൊത്തം മഴയാണ്. അപ്പോൾ മഴയത്ത് നമ്മളെ ചെടികളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയായി, അതുപോലെ നമ്മളെ മീൻകുളം നോക്കാനുണ്ട്, അതുപോലെ കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്. ഒരു 5-10 ദിവസത്തെ ഗ്യാപ്പുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പറഞ്ഞിട്ട് അധികം വലിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നേരെ വീഡിയോയിലിട്ട് വിടാം കേട്ടോ. ഈ കാണുന്നുണ്ടോ നമ്മളെ ഗ്രീൻ നെറ്റ്, അതായത് നല്ല പൊരിഞ്ഞ വെയിലത്ത് നമ്മളെ ചെടികളൊക്കെ വാടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെട്ടിയ ഗ്രീൻ നെറ്റ് ആട്ടോ ഇത്. അപ്പോൾ ഇപ്പോൾ നോക്ക്, ഗ്രീൻ നെറ്റൊക്കെ വെള്ളം കൊണ്ട് എല്ലാം താണു പോയിട്ടാ. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയുള്ള നമ്മളെ മഞ്ഞച്ചെടി, മഞ്ഞക്കോളാമ്പി പൂ നിറയെ പൂട്ടിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പൂട്ടിട്ടുണ്ട് ഉണ്ടോ. അടിപൊളി പൂവ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ സ്റ്റേ ഇവിടെ പൊട്ടിപ്പോയിട്ട് ഇങ്ങോട്ടേക്ക് മറിഞ്ഞു പോയിട്ടാ. അപ്പോൾ ഇതൊന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇന്നലെ വന്നതുകൊണ്ട് ഇതിനൊന്നും നേരമില്ല. ഇന്ന് രാവിലെ തന്നെ പണിക്ക് പോയി. ഇപ്പം വൈകുന്നേരം വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. വെള്ളം മൊത്തം വെള്ളമായിട്ടാ. അതുപോലെ ചെടികളൊക്കെ എന്താ വാടിക്കരിഞ്ഞതിൻ്റെ ചെടികളൊക്കെ ഇപ്പം ഫുള്ള് തളിർത്ത് സെറ്റപ്പായി നിൽക്കുന്നുണ്ട് കേട്ടാ. എല്ലാത്തിനും ആവശ്യാനുസരണം വെള്ളം കിട്ടിയെന്ന് തോന്നുന്നു. ആവശ്യാനുസരണം മറ്റൊരു കാഴ്ച, നമ്മൾ ചെടിയിൽ ഇതിൻ്റെ ഇടയിൽ ഒരു വെണ്ട വിത്ത് ഇട്ടിരുന്നേ. അപ്പോൾ അതിൽ വെണ്ട ഉണ്ടായി, കുഞ്ഞ് വെണ്ട ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നമ്മളെ പുല്ല് നമ്മൾ പൊടിക്കൂലെന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷേ ഇപ്പം മഴ പെയ്ത് തളിരൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ പടർന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ പടർന്ന് പിടിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ അടിപൊളി ഒരു ചെടി വെച്ചിരുന്നത് നഷ്ടപ്പെട്ടു പോയി. അത് ഇനി വയനാട്ടിൽ ഇനി പോകുന്ന സമയത്ത് അന്ന് തിരിച്ച് വാങ്ങണം. എനിക്ക് എന്തായാലും വേണം നിർബന്ധമുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. അടിപൊളി ചെടിയായിരുന്നു. നമ്മളെ ക്രിസ്മസ് ട്രീ പോലെയുള്ള ചെടിയായിരുന്നു. അത് പോയി. പിന്നീട് ഈ ഒരു വശത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെറ്റൽ വൈന് കാര്യങ്ങളൊക്കെ നമ്മൾ മഞ്ഞ കളറായിരുന്നു. അതായത് വെയിൽ കൂടുതലായിട്ട് മഞ്ഞ കളറായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഇപ്പം മാറി ഫുള്ള് പച്ചപ്പിലേക്ക് മാറിയിട്ടുണ്ട്. നല്ല ഫുള്ള് പച്ചപ്പായിട്ടുണ്ട്. ഇവിടെ കണ്ട നല്ല പച്ചപ്പ് കൊട്ടയായിട്ടുണ്ട്. അതുപോലെ ഇവിടെയൊക്കെ ചെടികളൊക്കെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് മാറിയുന്നുണ്ട്, 3-4 ദിവസം മാറിയുണ്ട്. നല്ല എന്തോ ഒരു കാട് പിടിച്ച പോലെയുള്ള ഒരു ഫീലുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഇവിടെയൊക്കെ മൊത്തത്തിലൊരു കാട് പിടിച്ച പോലെ ഉണ്ട്. അതുപോലെ 10 മണിയൊക്കെ ഇനിയിപ്പോൾ മഴ പെയ്തുകൊണ്ട് ഇനി കെട്ടുപോയില്ലോ എന്നറിയില്ല. 10 മണിൻ്റെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എന്തായാലും ഇതൊന്നും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. അതിൽ മറ്റൊരു കാര്യം, നമ്മളെ ചെടീൻ്റെ ഇടയിലുള്ള കിളിക്കൂട് പോയിട്ടാ. അപ്പോൾ കിളിയും പോയി, മഴ പെയ്തിട്ടാന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിളിയും കൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. താഴത്ത് കുറച്ച് വീണ് പോയിട്ടുണ്ട്. അപ്പോൾ അത് പോയി. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അതായത് നമ്മൾ ഗപ്പിക്കുളത്തിൽ നമ്മളിട്ട ഇതിൻ്റെ പേര് വാട്ടർ കേബേജ് മൊത്തം നിറഞ്ഞ് ഫില്ലായിട്ടോ. ഇപ്പം നമുക്ക് ഗപ്പികളെ കുറച്ച് ഭാഗത്ത് മാത്രമേ ഇപ്പോൾ ടാങ്ക് അവശേഷിക്കുന്നത്. ബാക്കി ഭാഗത്ത് മൊത്തത്തിൽ നമ്മളെ വാട്ടർ കേബേജ് ഫില്ലായിട്ടോ, മൊത്തത്തിൽ ഫില്ലായി. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ മരുമോനുണ്ടായിരുന്നു, അതായത് എൻ്റെ പെങ്ങളെ കുട്ടി ഉണ്ടായിരുന്നെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ മീനിനെ പിടിച്ചിട്ട് ഇവിടെ ഒരു ടാങ്കിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ടാങ്കിൽ ഇട്ട് വെച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ പോയതിന് ശേഷം എടുത്തു വെച്ച പണിയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെയാണുള്ള സ്ഥിതികൾ. ഇവിടെയൊക്കെ ഫുള്ള് നമ്മൾ ടെറ്റൽ വൈനിലൊക്കെ കാട് പിടിച്ച് വരുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു ബ്യൂട്ടിയായി മാറിയിട്ടുണ്ട്. മഴ പെയ്ത് വന്നപ്പോൾ മൊത്തത്തിലൊരു ബ്യൂട്ടിയായി മാറിയിട്ടുണ്ട്. അതുപോലെ പൂവ് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട നമ്മളെ വീട്ടിൽ മാറ്റം വരുത്തിയെന്നല്ലേ, അതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടോ. അപ്പോൾ ആ മാറ്റം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ആട്ടോ അവർ വരുത്തിയിരിക്കുന്നത്. അതായത് നമ്മളിവിടെ കോയിനെ വളർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട കെട്ടിയിട്ടൊരു ബോക്സ് പോലെ വലിയൊരു റൂം പോലെ കെട്ടിയെടുത്തായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലാണ് നമ്മൾ ഗപ്പിൻ്റെ ടാങ്ക്, ഫിഷ് ടാങ്കും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ ഇവരെന്ത് വെച്ചാൽ ഇവിടെയുള്ള കല്ല് മൊത്തം പറിച്ചിട്ട്, ഇവിടെയുള്ള കട്ട മൊത്തം പറിച്ചിട്ട് എന്താ ചെയ്തതെന്നറിയാം, അതായത് ഇവർ നേരെ ഈ ഒരു ഭാഗത്ത് അടിപൊളി ഒരു അലക്ക് കല്ലുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
സൂപ്പറായിട്ടുള്ള ഒരു അലക്കുകല്ല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അലക്കുകല്ല് കെട്ടാനുള്ള കാരണം എന്ന് വെച്ചാൽ അതുപോലെ അലക്കുകല്ലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ താഴത്ത് പൊട്ടിയ പീസ് ടൈല് കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ വെച്ചിട്ട് ആണ് ഇവിടെ സെറ്റാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഗ്രൗട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഫുള്ള് ഗ്രൗട്ട് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ നടുവിൽ ഒരു പാറ കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അലക്കാനായിട്ട് അടിപൊളി സെറ്റപ്പ്. അപ്പോൾ ഈ വശമൊക്കെ മൊത്തം തേച്ച് ഫുള്ള് ഗ്രൗട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ അലക്കല്ല് ഇങ്ങോട്ടേക്ക് മാറ്റാനുള്ള കാരണം എന്താണെന്ന് അറിയാം. അലക്കല്ല് മാറ്റാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ വീടിൻ്റെ പിറകിൽ വശത്തിൻ്റെ തൊട്ടടുത്തായിട്ടായിരുന്നു കേട്ടോ അടുപ്പുള്ള അതുകൊണ്ടോ അടുപ്പ് കിടക്കുന്നുണ്ട് ഇവിടെയാണ്. സോറി, അടുപ്പിന് തൊട്ടടുത്തായിട്ട് അലക്കല്ലുള്ള. അപ്പോൾ ഇവിടുന്ന് അലക്കുന്ന സമയത്ത് നേരെ നമ്മളെ ഗ്രിൽസിലും കാര്യങ്ങളൊക്കെ തെറിക്കുന്നുണ്ട്. അവിടുന്ന് മാറ്റണമെന്ന് കുറേ കാലമായിട്ട് പറയുന്നായിരുന്നു. അപ്പോൾ അത് എന്തായാലും ഇവർ ചെയ്ത് വെച്ചിട്ടാ. അതുപോലെ ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ ബുള്ളറ്റിൽ നിന്ന് പെട്രോൾ മണക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പെട്രോൾ പൂട്ടാതെയാണ് ഗൈസ്, പെട്രോൾ പൂട്ടാതെയാണ് പോയത് ഉണ്ടോ. പെട്രോൾ പൂട്ടാതെ പോയിട്ട് പെട്രോൾ ഇതാ മൊത്തത്തിൽ പെട്രോൾ ഉണ്ടോ കുറ്റുന്നുണ്ടോ. ഒരുപാട് പെട്രോൾ പോയി, മറന്നു പോയിരുന്നു, മൊത്തം പെട്രോൾ പോയി. വണ്ടിയിലൊക്കെ ഇനി മൊത്തം ചെളി തെറിച്ചിരിക്കണം. ടല്ലൊന്ന് മൊത്തം കഴുകിയെടുക്കണം. ഇതിൻ്റെ വണ്ടി നോക്കുപോലെ നോക്ക്, മൊത്തം ചളിയായി നാശകോശായിരിക്കണം കേട്ടോ. ഇതൊക്കെ ഒന്ന് കഴുകി തുടച്ച് റെഡിയാക്കി എടുക്കണം. അതുപോലെ ഇന്ന് രാവിലെ നമ്മൾ പണി സ്ഥലത്ത് പോയി പണി സ്ഥലത്ത് നിന്ന് അടുത്ത സൈറ്റിലേക്കുള്ള സാധനങ്ങളൊക്കെ കാറ്റി നമ്മളെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നാളെ രാവിലെ ഇതെടുത്തിട്ട് വേണം നമ്മൾ എന്താക്കെ അടുത്ത സൈറ്റിലേക്ക് പോകാനായിട്ട്. പിന്നെ സൈറ്റിൽ നിന്ന് നമ്മൾ അവിടെ ബാക്കി വന്ന സാധനങ്ങളൊക്കെ നമ്മളെ വണ്ടിയിൽ ഇങ്ങനെ കയറ്റി വെച്ചാട്ടോ. പിന്നെ നാളത്തേക്ക് ഇതൊക്കെ അങ്ങ് കൊണ്ടുപോകണം. അതുപോലെ നമ്മളെ വണ്ടി ഒന്നും കഴുകിയിട്ടില്ല കേട്ടോ. വണ്ടി ഒന്നും കഴുകിയിട്ടില്ല. നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് വണ്ടി ഒന്നും ഇതുവരെ കഴുകിയിട്ടില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. നാളെ മറ്റന്നാൾ കൊണ്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. മൊത്തം ചളിപൊളിയാക്കി ആയിട്ടുണ്ട്. ഇതിവിടെ ഇങ്ങനെ ടയറിൽ ചളി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മൊത്തം ചളിയായിട്ടുണ്ടല്ലോ. അതുപോലെ കിണറ്റിലെ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള നോക്കട്ടെ. ഇത്രയും മഴ പെയ്തിട്ട് കിണറ്റിലെ വെള്ളത്തിൻ്റെ അവസ്ഥ, വെള്ളം കൂടിയോ? കിണറിൽ വെള്ളമൊന്നും അങ്ങനെ കൂടിയിട്ടില്ല കേട്ടോ. ഇത്രയും മഴ പെയ്തിട്ട് കിണറിൽ വെള്ളമൊന്നും അങ്ങനെ കൂടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവരിവിടെ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. അതായത് അലക്കുകല്ല് ഇങ്ങോട്ട് മാറ്റിയത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. സംഭവം എന്താ പറയുക, അടിപൊളിയായി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഷീറ്റ് ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ മഴ മുഴുവൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അലക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ആയിട്ട് ചെറിയൊരു ഒന്നിക്ക് താർപ്പായി വലിച്ച് കെട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ചെറിയ ഷീറ്റ് ഇട്ട് സെറ്റപ്പായി കൊടുക്കണം കേട്ടോ. അല്ലാതെ മഴയത്തൊക്കെ അലക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതെന്തായാലും ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ പെട്രോൾ മൊത്തം പോയി. അത് വലിയ കഷ്ടമായിപ്പോയി. ഇനിയിപ്പോൾ വണ്ടി സ്റ്റാർട്ടാവാനും കുറച്ച് പണിയായിരിക്കും. കാരണം ഓവർ എണ്ണ ആയതിനു ശേഷം വണ്ടി സ്റ്റാർട്ടാവുമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് നേരം എനിക്ക് ഇക്കർ കൊണ്ട് കളിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇനി മുതൽ അങ്ങോട്ട് തുടർന്ന് നമ്മളെ ഫാമിലി വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ട്രിപ്പിൻ്റെ വീഡിയോ ഒക്കെ ഇന്നലത്തോടെ നമ്മൾ ട്രിപ്പ് വീഡിയോ ഒക്കെ അവസാനിച്ചു. ഇന്ന് മുതൽ നമ്മളെ ഡെയിലി വ്ളോഗായിരിക്കും ഇനി വരുന്നത്. 10 മണിയൊക്കെ സൂപ്പറായിട്ടാണ്. മഴ പെയ്തൊക്കെ 10 മണിയൊക്കെ ചാടി പുറപ്പെടുന്നുണ്ടോ. ദൈവമേ ഉണ്ടോ, എന്തോ ഒരു ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത്. 10 മണി താഴത്തെത്തിയിരിക്കുന്നത്. അവിടെയും 10 മണി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ഗ്രാസൊക്കെ നല്ല മഴ പെയ്തൊക്കെ നല്ല തിക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. എന്താ നല്ല തിക്കായി കിടക്കുന്നുണ്ട്, പച്ച ഗ്രീനിൽ തിക്കായി കിടക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും നല്ല തിക്ക് ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അധികം പറഞ്ഞ് വലിപ്പിക്കുന്നില്ല. നമ്മളെ നെറ്റിന് നമ്മളൊന്ന് വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളത്തെ വിശേഷമായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. പിന്നെ മറന്നുകൊണ്ട് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള സപ്പോർട്ടും കൂടി അറിയിക്കുക. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സഹായിക്കുക. അപ്പം വീണ്ടും അടുത്ത ഒരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.